പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം S20 റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഞാൻ 1 year ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഗൈസ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് S20 ഫ്രണ്ട് ക്യാമിലാണ്. അപ്പം അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതായത് നിങ്ങൾ ക്വാളിറ്റി ഫുൾ ഇട്ട് കാണുക, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. നമുക്കിതിൻ്റെ കുറ്റം പറഞ്ഞു തുടങ്ങാം ഗൈസ്. എല്ലാവർക്കും കുറ്റം കേൾക്കുന്നതാണ് ഇഷ്ടം. എനിക്കിതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന് ബാറ്ററിയും, പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 3900 mAh ബാറ്ററിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 6 അല്ലെങ്കിൽ 7 hours ആണ് കിട്ടുന്നത്. കാരണം ഞാൻ വ്ളോഗും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു 7 hours ആണ് മാക്സിമം കിട്ടുന്നത് ഇതിൽ നിന്ന്. നിങ്ങളൊരു നോർമൽ യൂസേജ് ആണ്, അതായത് ഇൻസ്റ്റ, യൂട്യൂബ്, വാട്സപ്പ് ഒക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 1 day കൊണ്ടുപോകാൻ പറ്റും. അല്ല വീഡിയോ ഒക്കെ എടുത്ത് ഒരു വ്ളോഗറൊക്കെയാണ് നിങ്ങളെങ്കിൽ കൂടിപ്പോയ ഒരു 6 hours അതിനുള്ളിൽ തീരും. അപ്പം അതൊരു ഇതായിട്ട് തോന്നി. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ, പലരുടെ റിവ്യൂവിൽ ഞാൻ കണ്ടു ഹീറ്റിംഗ് ഇഷ്യൂ കുറവാണ്, ചെറിയ ബാക്ക് സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് വാംതാവും എന്നൊക്കെ ഞാൻ കണ്ടു. ബട്ട് അല്ല ഗൈസ്, ഫോൺ ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ ചൂടാവും. അതായത് നമ്മളൊരു 8K അല്ലെങ്കിൽ 4K ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ 4 സൈഡും ബാക്ക് സൈഡും നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ആവും. അതിപ്പോൾ എല്ലാ ഫോണിലും ഉണ്ട്, ഇതും അതുപോലെ തന്നെ. പിന്നെ ഇതൊരു സ്മോൾ സൈസ് ഫോണായതുകൊണ്ട് ഇതിൻ്റെ സർഫസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ആവും. ആ ഒരു 2 പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി നല്ല വശങ്ങളിലേക്ക് കിടക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 1 year ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഗൈസ്. ഇതിൻ്റെ ക്യാമറ ഒന്നും നോക്കാനില്ല. നിങ്ങളൊരു ഫോട്ടോയൊക്കെ എടുക്കാനാണ് ഒരു ഫോൺ തപ്പുന്നതെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല ഗൈസ്, ഗോ ഫോർ ഇറ്റ്. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ ഉണ്ടല്ലോ ഗൈസ്, വാവ് എന്ന് വെച്ച് പോകും. നമ്മൾ മാത്രമല്ല കണ്ടു നിൽക്കുന്നവരും അത് കൂട്ട് ഔട്ട്പുട്ട് കിട്ടും. ചില ലൈറ്റിംഗ് കണ്ടീഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ടല്ലോ ഫാനായി പോകും, അത് കൂട്ട് സാധനം കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങളൊരു ഫോട്ടോയൊക്കെ എടുക്കാനാണ് ഒരു ഫോൺ തപ്പുന്നതെങ്കിൽ ഇത് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ വീഡിയോ ക്വാളിറ്റി ഒക്കെ എല്ലാ ഫോണിലുള്ള സെയിം സാധനം, എന്നാലും അതിൽ വലിയ വിഷയങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെർഫോമൻസ്, ആ ഫോൺ എടുത്തപ്പോൾ തൊട്ടുള്ള സാധനം ഇപ്പോഴും ഉണ്ട് ഗൈസ്. അതായത് സാംസങ്ങിൻ്റെ എല്ലാ മിക്ക ഫോണിലും തന്നെ എടുത്തു കഴിഞ്ഞൊരു 6 months ഒക്കെ കഴിയുന്നതിനും അതിൻ്റെ ഹാങ് ഇഷ്യൂ അങ്ങനത്തെ പല ഇഷ്യൂസ് വരാം. കാരണം എക്സിനോസ് ആയിരുന്നല്ലോ പ്രൊസസർ. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഗൈസ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എടുത്തപ്പോൾ ഉള്ള ആ പെർഫോമൻസ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതായത് വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു, എന്നിട്ടും ആ ഒരു സ്മൂത്ത്നെസ്സിനും ആ ഒരു സ്പീഡി പെർഫോമൻസിനും ഒരു ലാഗ് വന്നിട്ടില്ല. അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊസസറിൻ്റെ കാര്യത്തിൽ പക്കയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എടുക്കാനായാലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം. എടുക്കണ്ടായിരുന്ന ഒരു ഫീൽ നമുക്ക് തോന്നില്ല ഗൈസ്. അതിനുള്ള സാധനമുണ്ട്, കൊടുക്കുന്ന ദിവസമുള്ള സാധനം ഉണ്ട് ഗൈസ്. അപ്പം ഇപ്പോഴാണെങ്കിൽ 50K ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. പ്രൈസ് ശരിക്കും ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പം ആരും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു പ്രൈസ് പറഞ്ഞപ്പോൾ ആ ഫോൺ എങ്ങനെയുണ്ട്. അപ്പം അവർക്ക് വേണ്ടി, പിന്നെ റിവ്യൂ ഒക്കെ തപ്പി നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഗൈസ് ഇത് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മേടിക്കുക, അടിപൊളിയാണ്. അപ്പം അത്രേ ഉള്ളൂ.